ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഹെന്ന റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹെന്ന കോൺ എങ്ങനെയാണ് പിടിക്കുന്നത് എന്നും ബേസിക് ഹെന്ന സ്റ്റെപ്സുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ചെറുതാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ എളുപ്പത്തിലാക്കിയിട്ടുള്ള കോണുകളാക്കി നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മീഡിയം സൈസിലൊക്കെ നമ്മളെ കംഫർട്ട് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ ആൾക്കാരും ഹെന്ന കോൺ ഹോൾഡ് ചെയ്യുന്നത് അവരെ കംഫർട്ട് പോലെയാണ്. ചിലർ പാനൊക്കെ പിടിക്കുന്നത് പോലെ അതിൻ്റെ ടിപ്പിൽ പിടിച്ചിട്ട് ഇടുന്നത് കാണാം. കുറേ ആൾക്കാർ ഏറ്റവും ബാക്കിൽ പിടിച്ചിട്ട് ഇടുന്നത് കാണാം. ഞാൻ പൊതുവേ നമ്മളെ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് ബാക്കിൽ പ്രസ് ചെയ്തിട്ട് നമ്മളെ നടുവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഇടയിലാണ് ടിപ്പ് വെക്കുക. എന്നാൽ നമുക്ക് ഈ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്താൽ സ്മൂത്തായിട്ട് തന്നെ പേസ്റ്റ് വരും. അത് നമുക്ക് കുറച്ച് മേലായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഒരു സെൻറ്റർ പോർഷനിലൊക്കെ ആയിട്ടും നമുക്ക് ഈ കോൺ ഹോൾഡ് ചെയ്യാം. എന്നാലും നമുക്ക് ഈ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, പേസ്റ്റ് നന്നായിട്ട് വരും. ഇപ്പോൾ ഒരു ഹെന്ന ഡിസൈനിങ്ങിൻ്റെ ബേസിക്കായി ഉള്ളൊരു ഡിസൈനാണ് ലൈൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഹെന്ന പേജ് സ്മൂത്തായി നമുക്ക് ഹോൾഡിങ്ങും കറക്റ്റായാലും നമുക്ക് സ്മൂത്തായി ലൈൻസ് വരയ്ക്കാൻ പറ്റും. നമ്മളൊരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ലൈൻസ് വരയ്ക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഇതേപോലെ പെർഫെക്റ്റായിട്ട് ലൈൻ വരയ്ക്കാൻ പറ്റണം എന്നില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഡിസൈൻസും നമ്മളുടെ ഓരോരോ ഡിസൈൻസും പെർഫെക്റ്റായി വരുന്നത്. ബേസിക്കായി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക്, ബിഗിനേഴ്സിനൊക്കെ പേന വെച്ചിട്ടോ സ്കെയിൽ വെച്ചിട്ടൊക്കെ നേരെ ലൈൻ വരച്ചിട്ട് അതുമേ വരച്ചിട്ട് പഠിക്കാം. നമ്മൾ സർക്കിൾ ബേസ്ഡ് ഡിസൈൻസ് കുറേ ചെയ്യുന്നുണ്ട്, ചെറുതും വലുതും. സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ചുറ്റിച്ചുള്ള ഡിസൈൻസുമായിട്ട് കുറേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായി ഹെന്ന ഡിസൈൻസിലൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ലീവ്സ് ആൻഡ് വൈൻസ് ഡിസൈൻസ്.